എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 310ാമത്തെ വീഡിയോ ആണ്. ഈ ബുക്ക് റിവ്യൂ സംബന്ധിച്ചവരെ 15ാമത്തെ വീഡിയോ ആണ്. ചിലപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോസൊക്കെ ഒന്ന്, അതായത് ഈ ബുക്ക് റിവ്യൂവിനെയൊക്കെ കുറച്ച് ചെറുതാക്കി വേഗം ബുക്കിനെ തീർക്കണോ ഒന്ന് വിചാരിക്കുന്നു. പക്ഷേ തീർക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് കാര്യങ്ങൾ, വിഷയങ്ങൾ, മെസ്സേജുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ രീതിയിൽ തന്നെ സ്ലോ ആയിട്ട് തന്നെ പോകാം. എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഈ ബുക്കുകളൊക്കെ ഞാൻ വായിക്കണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ വായിക്കാനൊക്കെ നോക്കി, പക്ഷേ അത്രയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് വിട്ടു എന്ന്. അത് സ്വാഭാവികമാണ്. നമുക്ക് മനസ്സിലാകാത്ത ബുക്കിനെ ഒടുക്കം വരെ പഠിച്ച് തീർക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരുള്ളപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൃതി വയ്ക്കാതെ പതുക്കെ പോകുന്നത്. ഓക്കെ, ശരി. ഇന്നത്തെ ടോപ്പിക്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ദേഷ്യം, ആങ്കർ, ദേഷ്യത്തിനെ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്, ദേഷ്യം മാത്രമാണ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിൽ നമ്മളുടെ ഓറയിനെ, നമ്മുടെ എനർജി ബോഡിയെ ബാധിക്കുന്ന ഒരു സംഭവം. സോ ബാക്കി എന്ത് സാധന ചെയ്താലും, മെഡിറ്റേഷൻ ചെയ്താലും നമ്മളുടെ എനർജി ബോഡി കൂടി വരുമ്പം അനാവശ്യമായിട്ട് അളവിന് മീറി നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മൾ ചേർത്ത് വെച്ച ഓറ, വിരിഞ്ഞ് വരുന്ന ഓറ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാണ്ടായി പോകും. സോ എല്ലാം കൊണ്ടും ദേഷ്യത്തിനെ മാറ്റണം എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ മെസ്സഞ്ചേഴ്സ്, അതായത് നമ്മുടെ മാസ്റ്റേഴ്സ് തരുന്ന മെസ്സേജസ് എന്തുവാന്ന് വെച്ചാൽ, ലെറ്റിംഗ് ഗോ ഓഫ് ഫിയർ. അടുത്ത ഒരു വലിയ ഒരു കാര്യമാണ് ഈ ഭയം. ഫിയർ എന്ന് വെച്ചാൽ ഭയം ആൻഡ് ഓപ്പണിങ് അവർ മൈൻഡ്. ഇത് രണ്ട് കാര്യമാണ് ഇതിനകത്ത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനത്തെ ഒരു ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടറുടെ വഴി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് രണ്ട് സംഗതികൾ? ഭയം മാറ്റണം, അതുപോലെ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. അതായത് മനസ്സ് എപ്പോഴേ തുറന്നു വെച്ചേക്കണം എന്ന് വെച്ചാൽ എന്തുവാ? മനസ്സേ എവിടാന്ന് അറിയാൻ വയ്യ മാഡം, ഇതിൽ മനസ്സിനെ എങ്ങനെ തുറക്കും? അങ്ങനത്തെ അല്ല. മനസ്സ് നമ്മുടെ ദേഹം മുഴുക്ക വ്യാപിച്ചിരിപ്പുണ്ട്. അതിന് മനസ്സ് എന്ന് പറഞ്ഞ 5-6 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുക, പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് കാണുക. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിനെ കുറിച്ചുള്ള A to Z നിങ്ങൾക്ക് മനസ്സിലാവും. അതുമല്ല, ഓപ്പൺ യുവർ മൈൻഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയുന്നില്ലയോ, അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അതാണ് ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. സോ ഓപ്പണിങ് യുവർ മൈൻഡ് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം ഭയത്തിനെ പോക്കുക. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട്. വേറെ കാര്യങ്ങളിലാണ് ഭയം. ചിലർക്ക് സ്റ്റേജ് ഫിയറാണ്, ചിലർക്ക് ക്യാമറ ഫിയറാണ്, ചിലർക്ക് ഇൻ്റർവ്യൂ പോകുമ്പം ഭയം, ചിലർക്ക് എക്സാം പോകുമ്പം ഭയം, ചിലർക്ക് സംസാരിക്കുമ്പം ഭയം, ചിലർക്ക് പല രീതിയിലാണ് ഭയമുള്ളത്. ഇതിൽ ഡോക്ടർ എങ്ങനെ അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് വളരെ കറക്റ്റായിട്ടുള്ള അനാലിസിസ് ആണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ 100% യോജിക്കുന്നുണ്ട്, എനിക്ക് യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം എന്നെ എടുത്താൽ എനിക്ക് എന്നോട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, എന്നെ സെൽഫ് ലവ് വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം, ഞാൻ കാണാൻ നന്നായിരിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എനിക്ക് നല്ല പേര് എടുക്കണം, 4 പേര് എന്നെ പുകഴ്ത്തി പറയണം, അപ്പം ഞാൻ ഒരു നല്ല ഒരു ചിന്തയാണ് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എന്നുള്ളതൊക്കെ വേണ്ടുന്നതാണ്. അപ്പോൾ എനിക്ക് എന്നോട് കൂടി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്.
എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെടുത്തും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പല റോൾ പ്ലേ ആണല്ലോ നമ്മളുടെ, പല ഒരു നാടകത്തിൽ പല ആൾക്കാർ വരുന്ന പോലെ നമ്മൾ തന്നെ പല വേഷങ്ങൾ മാറുന്നു. അമ്മയാകുന്നു, മോളാകുന്നു, അമ്മായി അമ്മയാകുന്നു, കൊച്ചുമോളാകുന്നു, അങ്ങനെ പല പല റോൾസ് നമ്മൾ ഒരാൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികളോടെല്ലാം നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ഞാൻ തന്നെ എത്ര ജന്മങ്ങളെടുത്തു എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ച് പിന്നീട്, അതായത് പരമാത്മാവിലിരുന്ന് ഒരു ചെറിയ ഒരു പീസ് ജീവാത്മാവിനെ എടുത്തപ്പം, അതിനെ ഒരു ജീവനായിട്ട് കൊണ്ടുവന്നപ്പം, അപ്പം തൊട്ട് ഇന്ന് ഞാൻ വത്സല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ജന്മം എടുത്ത് ഇത്രയും കാലം എന്തൊക്കെയോ ചെയ്തു. നല്ലതും ചെയ്തു, ചീത്തയും ചെയ്തു, തെറ്റും ചെയ്തു, ശരിയും ചെയ്തു, അങ്ങനെയൊക്കെ പോന്നു. അപ്പം ഈ ഒരു ജന്മമല്ല, ഞാൻ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ജനിച്ചേ, പല പല നാടുകളിൽ പല പല മതങ്ങളുടെ ഫോളോ ചെയ്യുന്ന കുടുംബങ്ങളിൽ പല പല രീതിയിൽ ജനിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മളുടെ ഉപബോധ മനസ്സിൽ അടിയാഴത്തിൽ കിടപ്പുണ്ട്. ഓക്കെ, ആ എക്സ്പീരിയൻസ്. അതുമാത്രമല്ല, DNA എന്നൊരു സംഭവമുണ്ട്. DNA അല്ലെങ്കിൽ ജീൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. അതെന്തുവാ? അതായത് അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ഗുണങ്ങൾ വരുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തുനിന്ന് ഗുണങ്ങൾ വരുന്നുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ, അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ, അങ്ങനെ കുറേ കൂടെ പിന്നോട്ട് പോകുമ്പം തലമുറയായിട്ട്, അതായത് 21 തലമുറയുടെ ഗുണങ്ങൾ നമുക്ക് ഈ ജന്മത്ത് വന്നിട്ടുണ്ട് ജീൻസ് വഴി, DNA വഴി എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാത്തിനും ഒരു പങ്കുണ്ട്. എന്തുവാ? നമ്മളുടെ ഇന്നത്തെ മനസ്സിൻ്റെ ഒരു ഭയത്തിന് ഒരു കാരണം. ഓക്കെ, അതായത് ഇപ്പം എനിക്ക് പല കാര്യത്തിൽ ഭയം, വേറൊരാളിന് വേറൊരു കാര്യത്തിൽ ഭയം, മൂന്നാമത്തെ ആളിന് വേറൊരു കാര്യത്തിൽ ഭയം. പക്ഷെ ഈ ഭയം എന്നുള്ളത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ജന്മത്ത് എനിക്ക് കിട്ടിയ അടി, വഴക്ക്, നെഗറ്റീവ് റിയാക്ഷൻസ്, ഇമോഷൻസ്, അതെല്ലാം എൻ്റെ മനസ്സിലൊരു ഭയത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല എൻ്റെ മുൻ ജന്മങ്ങൾ, അതുമാത്രമല്ല എൻ്റെ അമ്മയുടെ മനസ്സിലുള്ള ഭയം, എൻ്റെ അച്ഛൻ്റെ മനസ്സിലുള്ള ഭയം, എൻ്റെ പിന്നോട്ട് പോകുമ്പം ഉള്ള ആൻസസ്റ്റേഴ്സിൻ്റെ ഭയം, ഇതിൽ ഇതെല്ലാം DNA വഴി ഇപ്പം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, എൻ്റെ ദേഹത്ത് ഓരോ സെല്ലിലും കിടപ്പുണ്ട്. അതുമാത്രമല്ല, പണ്ടേ കാലത്ത് ഇത്രയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇല്ലാത്ത കാലങ്ങളുണ്ടായിരുന്നു. ആ ജന്മങ്ങളിലും ആ സമയങ്ങളിലും നമ്മൾ ജന്മം എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മനുഷ്യനായിട്ടില്ലെങ്കിലും ഒരു മൃഗമായിട്ടോ ചെടിയായിട്ടോ മരമായിട്ടോ അതിനെല്ലാം കൂടെ ഭയമുണ്ട്. ഓക്കെ, അക്കാലത്ത് എന്തുവാ, വൻ മൃഗങ്ങളെ കൊണ്ടുള്ള അറ്റാക്ക്, വലിയ വീടും ഇക്കാലത്തെ പോലെ സെക്യൂർഡ് വീടുകളൊന്നുമില്ല. അപ്പം രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴെല്ലാം ഉള്ളിലൊരു ഭയമാണ്, പുലി വരുവോ, കരടി വരുവോ, അടിച്ചു കളയുവോ, നമ്മളെ തിന്നു കളയുവോ, കൊന്നു കളയുവോ എന്നുള്ള ഒരു ഭയം. അതുമാതിരി മോഷ്ടിക്കുന്നവരുടെ കള്ളന്മാർ വരുവോ എന്നൊക്കെ ഉള്ള ഭയം. അതുമാത്രമല്ല, ഇനി ഒരു വേസ്റ്റ് കണ്ടീഷൻ അക്കാലത്ത് ഉണ്ടായിരുന്നത് ഈ യുദ്ധം, വാർ. ഒരു രാജാവിന് പല സ്ഥലങ്ങളെ പിടിച്ച് കീഴടക്കണം എന്നുള്ള വെറി. അതുകൊണ്ട് സദാ സർവകാലവും ഒരു നാട്ടിനും ഇനിയൊരു നാട്ടിന് യുദ്ധം. ആ യുദ്ധത്തിൽ പ്രജകളാണ് കഷ്ടപ്പെടുന്നത്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലയോ, എല്ലാവരുടെ വീട്ടിലും ഒളിച്ചിരിക്കാൻ ഒരു സെല്ല് കാണും. അതിലൊരു അമ്മ ഒരു കുഞ്ഞിനെയും വെച്ച് ഒളിച്ചിരുന്നു. യുദ്ധം നടന്നപ്പം ആളുകളിങ്ങനെ തേരപ്പാരം നടക്കുക, ആളുകളെ മറ്റേ വീട്ടിലുള്ള പെണ്ണുങ്ങളെയെല്ലാം നശിപ്പിക്കാനും കുഞ്ഞുങ്ങളെ വെട്ടി വീഴ്ത്താനും ഒക്കെ. അപ്പോൾ ആ ഭയം, അതൊക്കെ എന്ത് മോശപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഭയമെല്ലാം നമ്മളുടെ അടുത്ത് ഉണ്ട്.
ഓക്കെ. അപ്പം ഭയം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉള്ള ഒരു കുറ്റമല്ല, അത് ഒരു സ്വഭാവമാണ്. പക്ഷേ ഭയമുള്ളവരെ നമുക്ക് വേറെ ഒന്നിലും എന്തുവാ ചിന്ത പോകത്തില്ല. എന്നുവെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും ഭയം. സ്കൂളിൽ പഠിക്കുമ്പം പരീക്ഷ എഴുതാൻ ഭയം, കോളേജിൽ പോകുമ്പോൾ പരീക്ഷ എഴുതാൻ ഭയം, ഇൻ്റർവ്യൂവിന് പോകുമ്പം ഭയം, ജോലി കയറിയാൽ ഭയം, കല്യാണം കഴിക്കാൻ ഒരു ഭയം, കുച്ചുണ്ടാകുമ്പോൾ ഒരു ഭയം, കാശ് സമ്പാദിക്കാൻ ഒരു ഭയം, പുതിയതായിട്ട് ഒരു വെഞ്ചർ ചെയ്യണോ, പുതിയതായിട്ട് ഒരു ബിസിനസ് നടത്തണോ, ഭയം. ആളുകൾ എന്നെ കണ്ടാൽ എന്താ വിചാരിക്കും, ബിസിനസ് നന്നായി വരുമോ നന്നായി വരത്തില്ലയോ, ആളുകൾ എന്നെ കണ്ട് ചിരിക്കുമോ ഊയാക്കുമോ, ഇങ്ങനെ പല പല രീതിയിലാണ് നമുക്ക് ഭയം. അപ്പം അതുമാത്രമല്ല, ഭയം എന്ന് പറയുമ്പോൾ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമോ, എന്നെ അതായത് ഇൻഫീരിയറായിട്ട് എന്നെ താഴ്ന്ന രീതിയിൽ നോക്കുമോ ഞാനിങ്ങനെ പറഞ്ഞാൽ, ഇവക്കൊക്കെ എന്താ പറയുക, നിനക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ പോയി ഇരി മൂലയിൽ എന്ന് പറയുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അവരെല്ലാം എന്തോ പറയും, എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ഭയം. പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള പോരായ്മ കൊണ്ടുള്ള ഭയം. എനിക്കറിയാം, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. എനിക്ക് സ്റ്റേജിൽ പോയി 4 പേരുടെ കൂട്ട് നെഞ്ച് നിമിർത്തിയിരുന്ന് സംസാരിക്കാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു ഭയം. അപ്പം നമുക്ക് സ്റ്റേജ് പോയി സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം വിറയല് ഇല്ലേ. അപ്പം അത് നമ്മളുടെ പോരായ്മ കൊണ്ടുള്ളതാണ് എന്തായിരുന്നാലും ശരി. അപ്പം അതുമാത്രമല്ല, റിലേഷൻഷിപ്പ് ഒരുപാട് പേര് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോക്സിക് റിലേഷൻഷിപ്പ് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഏക്കത്തില്ല, കല്യാണം കഴിഞ്ഞ പിന്നീട് വീട്ടിൻ്റെ സാഹചര്യം ശരിയല്ല, പക്ഷേ എനിക്ക് വെളിയിൽ ഇറങ്ങി പോകാൻ യാതൊരു വഴിയില്ല, വെളിയിൽ പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഭയം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സഹിച്ച് ജീവിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പം ഡൈവേഴ്സായ സൊസൈറ്റി എന്നെ എങ്ങനെ കാണും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെ ഒരു ഭയം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഭയമുണ്ട്. പക്ഷേ ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് റിഡ് ഓഫ് ഫിയർ, അതായത് ഈ ഭയത്തിനെ മാറ്റണമെങ്കിൽ നമ്മൾ ആ സന്ദർഭത്തിനെ ഫേസ് ചെയ്യുന്ന മാത്രമാണ്. ദ ബെസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഫിയർ ഈസ് ടു ഫേസ് ഇറ്റ്. ടു ഫേസ് ഇറ്റ് എന്ന് വെച്ചാൽ അതിനെ അങ്ങ് കാണും, അതിനെ നേരിടുക. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു മുറിയിൽ ലൈറ്റ് ഇട്ട് നമ്മളെല്ലാവരും ജോലി മോനെ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ, അയ്യോ അടുക്കളയിൽ ലൈറ്റില്ല, എനിക്ക് ഭയം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഭയത്തിനെ അപ്പം തന്നെ മാറ്റണം. മോനൊരു കാര്യം ചെയ്യും, ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കാം, മോൻ പോയി ലൈറ്റ് ഇട്ട് എടുത്തോണ്ട് വാ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ, എന്തോ ആകുന്നു നോക്കാം. അപ്പം ഭയന്നായിരിക്കും ആ കൊച്ചു പോകുന്നത്. പക്ഷേ ആ കൊച്ചു പോകുന്നു, തന്നെ ലൈറ്റ് ഇടുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, വരുന്നു. അപ്പം ഒന്നും ആയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഭയന്നേ? അപ്പം ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് ഫേസിങ് ദ ഫിയർ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇപ്പം ഒരു ബിസിനസ് തുടങ്ങണം, അയ്യോ 10 ലക്ഷം ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്, ബിസിനസ് നന്നായി വരുമോ ഇല്ലയോ, നന്നായില്ലെങ്കിൽ ആളുകളെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ എന്നെ ചീത്ത പറയാൻ ആളുകൾ കാത്തിരിപ്പുണ്ട്. സത്യം തന്നെയാണ്. പക്ഷേ ആ ബിസിനസ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഭയം പോകുന്നത്. അപ്പം ബിസിനസ് തുടങ്ങണം, പക്ഷെ ഭയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ. സോ ദ ബെസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഫിയർ ഈസ് ടു ഫേസ് ഇറ്റ്. അതാണ് അതിൻ്റെ രത്ന ചുരുക്കത്തിൽ പറയാനുള്ളത്. ഓക്കെ. ഇപ്പം ഇതിൽ വേറെ ഒരാൾ, മൈക്ക് എന്നാണ് അങ്ങേരുടെ പേര്. അങ്ങേര് ഇദ്ദേഹത്തിന് ഡോക്ടർ വൈസിൻ്റെ അടുത്ത് വന്നു, PLR തെറപ്പി ചെയ്തു, അതായത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹിപ്നോതെറപ്പി ചെയ്തപ്പം അങ്ങേര് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നു, അച്ഛനെ കാണുന്നു, സഹോദരനെ കാണുന്നു, ഫ്രണ്ടിനെ കാണുന്നു, ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നു. അതെല്ലാം ഡോക്ടർ വൈസ് എല്ലാത്തിനെയും ടേപ്പ് ചെയ്ത് വെക്കുന്നു. ഒടുക്കം ഡോക്ടർ വൈസ് ചോദിച്ചു, ശരി നിങ്ങൾ ഇത്രയും വ്യക്തതയോട് പറഞ്ഞു,
അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം എന്തുവാ? വാട്ട് ഈസ് ദ ലെസൺ യു ഹാവ് ലേൺഡ് എന്ന് ചോദിച്ചപ്പം മറ്റേ മൈക്ക് പറയുവാണ്, നമ്മൾ ഒന്നിനും ഭയക്കരുത്. നമ്മൾ എന്ത് പർപ്പസിനായിട്ട് ഈ ജന്മം എടുത്തോ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് ഞാൻ നേരത്തെ ഒരു ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്ന്. അത് ഏകദേശം ഒരു 70,000 വ്യൂസിന് മുമ്പേ മേളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ. അപ്പം എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അറിയണമെന്ന്, എന്തുകൊണ്ട് ഞാൻ ഈ ജന്മം എടുത്തതിൻ്റെ പർപ്പസ് എന്തുവാ, കാര്യം എന്തുവാ, എന്തിനാണ് ഈ ജന്മം എടുത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പക്ഷേ ഈ പർപ്പസ് ഓഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ അതിനാണ് അദ്ദേഹം പറയുന്നേ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അതുപോലെ ചെയ്യണം. എന്നുവെച്ചാൽ ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പോൾ സോൾ പർപ്പസ് എന്നൊന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 പർപ്പസാണ്. ഒന്ന് ലൈഫ് പർപ്പസ്, ഇനിയൊന്ന് സോൾ പർപ്പസ്. ഈ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ കുഞ്ഞായിട്ട് ജനിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഡിഗ്രി എടുക്കുന്നു, ജോലി വാങ്ങിക്കുന്നു, സമ്പാദിക്കുന്നു. നമ്മളുടെ നോർമൽ റൊട്ടീൻ വർക്ക്, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ റൊട്ടീൻ വർക്ക്. കുഞ്ഞുങ്ങളെ പെറുന്നു, അവരെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, അച്ഛനെ നോക്കുന്നു, വയസ്സായവരെ നോക്കുന്നു, നമ്മുടെ കടമകളെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മ, പ്രാരാബ്ധ കർമ്മ കൊണ്ടുവന്ന ഇത്രയും ശതമാനം നമ്മൾ ജീവിച്ച് തീർക്കണം. അതാണ് ലൈഫ് പർപ്പസ്. ഓക്കെ, അത് നാണയത്തിൻ്റെ ഒരു ഭാഗം. നാണയത്തിൻ്റെ മറുഭാഗം നമുക്ക് നമ്മളുടെ സോളിൻ്റെ പർപ്പസ്. ഓക്കെ, ഇത്രയും കാലം ചെയ്തു, ജീവിച്ചു, മറ്റവർക്കായിട്ട് ജീവിച്ചു, പല റോളുകളൊക്കെ പ്ലേ ചെയ്തു, എല്ലാം ചെയ്തു, അതൊക്കെ വേറെ. ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നു, ഇപ്പം ഞാൻ നേരത്തെ ഇത് തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത്, ഓക്കെ, ഇത് കുറേ കാര്യങ്ങൾ ഓൺലൈനിൽ ചേർന്ന് നിറയെ പഠിക്കണം. എനിക്ക് കുറച്ചിലേ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റാണ്. ഇപ്പോഴും ആ ഇൻട്രസ്റ്റ് കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നില്ല. ആ ഓൺലൈൻ ക്ലാസ് എടു, ഈ ക്ലാസ് എടു, അവിടെ പോ, ഇവിടെ പോ, ആ ബുക്ക് വാങ്ങിയിട്ട് ഏത് ബുക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കണ്ടാലും ഉടനെ വായിക്കണം അങ്ങനെയൊക്കെ. പിന്നെ ഇതുപോലെ വീഡിയോസ് ഇടണം, ആളുകൾക്ക് കൗൺസിലിംഗ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ മനപ്രയാസം ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്ത് അവരെ മാറ്റണം. പോരാത്തതിന് ഇപ്പോൾ റേക്കി പടി എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ് ഗ്രാൻഡ് മാസ്റ്ററായി. അടുത്തത് എന്തുവാ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത്, റേക്കി ക്ലിനിക്ക് തുടങ്ങണം, റേക്കി ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും റേക്കി പഠിച്ച് സ്വയമായിട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം അവരെയൊക്കെ എന്താ ചെയ്യും? കഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് പേര്. അവർക്കൊക്കെ നീ റേക്കി കൊട്, നീ ഒരു റേക്കി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യേ, ആകാശിക് റെക്കോർഡ് ക്ലാസ് പടി, അത് അവർക്ക് ചെയ്തു കൊട്, ഹിപ്നോതെറപ്പി ചെയ്തു കൊട്. അവർക്ക് അവരുടെ പല കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാത്തതെല്ലാം മനസ്സിലാക്കിക്കൊട്. ഇപ്പം നിൻ്റെ ജോലി ഇതാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ഡോണ്ട് ഗോ ബൈ ദ ഹെഡ്. നമ്മുടെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നമ്മൾ ചെയ്യണ്ട. മനസ്സിൽ നിന്ന് ഒരു ഉൾവിളി വരുന്നുണ്ട്, നീ ഇപ്പം ഇത് ചെയ്യ്, അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ ആത്മാവ് തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, മുന്നോട്ട് നടത്തി വയ്ക്കും. ഓക്കെ, അതാണ് സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഡു വാട്ട് യു ഫീൽ ഇൻ യുവർ ഹാർട്ട്. ഇതൊരു പാഠമാണ് അദ്ദേഹം പഠിച്ചത്. അത് ഈ മൈക്കിൻ്റെ ഹിപ്നോതെറപ്പി ചെയ്തപ്പം അദ്ദേഹം പഠിച്ച പാഠത്തിനെ ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് പറയുന്നു. എന്തുവാ 2 കാര്യം മൈക്ക് മനസ്സിലാക്കി. ഒന്ന്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്തുവാന്ന് കണ്ടുപിടിച്ച് അതിനേറ്റ പോലെ ജീവിക്കുക. സോൾ പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉൾമനസ്സ് എന്ത് പറയുന്നു, ഉൾവിളി എന്ത് ചെയ്യാൻ പറയുന്നു, ഇന്നർ വോയിസ്, അത് ചെയ്യുക. നമ്പർ 2, ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പം മൈക്കിൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഒരു വലിയ ക്ലോസ് ഫ്രണ്ടിനെ കണ്ടു.
അപ്പം ഈ ഹിപ്നോതെറപ്പി ചെയ്യാൻ വരുന്നതിന് മുമ്പേ അദ്ദേഹം ഏതോ ഒരു ജോലിയൊക്കെ ആയിരുന്നു, ഏതോ വാറിനൊക്കെ പോയിട്ട് വന്നിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ടെന്നുള്ളതുകൊണ്ട് അതിനെ ചുരുക്കി പറയുവാണ്. അപ്പം ഈ വാറിന് പോകുന്നതിന് മുമ്പേ ഈ മൈക്കിൻ്റെ ഫ്രണ്ടും ഒരു കുന്നിൻ്റെ മേളിൽ പോയി ഇരുന്നുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോഴും മൈക്കിൻ്റെ ഫ്രണ്ടിനെ പഴയ ജന്മത്തിലും കാണാൻ പറ്റിയത്. അപ്പം അതേ ഫ്രണ്ടാണ് ഈ ജന്മത്തും ഉള്ളത്. അതുമാത്രമല്ല, ഈ ഹിപ്നോതെറപ്പി കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുന്നിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പോൾ ഈ ജന്മത്തും അതേ ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ പോയിരുന്നു, ഞങ്ങൾ നല്ല സംസാരിച്ച് നമ്മൾ നല്ല ജോളിയായിട്ട് സമയം ചെലവിടും. അപ്പം ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മളുടെ ഹാർട്ട് പറയുന്നത് ചെയ്യുക. ഇത് രണ്ടുമാണ് ഞാൻ പാഠങ്ങളായിട്ട് പഠിച്ചത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ ഓൺലി ഓപ്പൺ മൈൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സ് തുറന്നിരിക്കണം. നമ്മൾ മനസ്സിനെ മൂടി വെക്കുന്നു എന്ന് വെച്ചാൽ എന്തുവാ? ആര് പറയുന്നത് നമ്മൾ അനുസരിക്കത്തില്ല. ഇല്ല എനിക്കറിയാം ഇത് ശരിയാവത്തില്ലെന്ന് എനിക്കറിയാം. അല്ലടോ, ശരിയാകുമോ, നീ ട്രൈ ചെയ്ത് നോക്ക്. നോ. അങ്ങനെ ഒരു ഇറുകിയ മനസ്സ്, ഒരു ക്ലോസ്ഡ് മൈൻഡ് ഇല്ലേ നമ്മൾ ജീവിച്ചാൽ നമുക്ക് പലതിലും നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്ത് നോക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമ്മുടെ ഹാർട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മുടെ മൈൻഡ് പറയും നോ നീ ഫെയിലാകും അതിൽ. അതുകൊണ്ട് ബിസിനസ് ഒന്നും തുടങ്ങല്ലേ. എത്ര പേര് ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയിട്ടുണ്ട്. വേണ്ട എന്ന് പറയുമ്പോൾ ഓക്കെ ശരി, ഞാൻ ബിസിനസ് തുടങ്ങുന്നില്ല. പക്ഷേ ഉള്ളിൽ പറയുന്നതാ, നീ തുടങ്ങടാ, ചെറിയ തോതിൽ തുടങ്ങ്. ഭയം. അപ്പം ഈ ഭയത്തിനെ മാറ്റണമെങ്കിൽ ഓപ്പൺ മൈൻഡായിട്ടിരിക്കണം. 4 പേര് പറയുന്നു, 4 പേര് അതേ ബിസിനസ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളുടെ അടുത്ത് ജെന്യുവിനായിട്ട് ആത്മാർത്ഥത കാണിക്കുന്നവരെ നമ്മളെ പിന്തിരിപ്പിക്കാനും തെറ്റായിട്ടുള്ള വഴികളിൽ അയക്കാനും ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അത് നമ്മൾ തിരിച്ചറിയണം ആരാ നമ്മളെ ശരിക്കായിട്ട് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം അവർ അഡ്വൈസ് ചെയ്യുമ്പോൾ അത് കേട്ട് നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അത് നഷ്ടം വന്നാൽ വിട്ടേക്കുക, നഷ്ടം വരാതെ നല്ല ലാഭത്തിൽ വന്നാൽ അത് നല്ലതല്ലേ. അപ്പം ലാഭമാണോ നഷ്ടമാണോ എന്ന് ബിസിനസ് നടത്തി നോക്കിയാലല്ലേ അറിയാം. ഓക്കെ, അത് മാത്രമല്ല ലാഭവും വരാം നഷ്ടവും വരാം. ആ ഒരു ഓപ്പൺ മൈൻഡ് വേണം. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ സോൾ പർപ്പസ് നേരെയാവത്തുള്ളൂ. അതൊരു കാര്യം. മൈക്കിൻ്റെ കാര്യത്തിൽ മൈക്ക് പറഞ്ഞത് മനസ്സിലാക്കിയത് നമ്മുടെ ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം ബുക്ക് എഴുതുമ്പോൾ എഴുതിയത്. ഇനിയൊരു കാര്യം, ഡോക്ടർ ബ്രയൻ വെയ്സ് തന്നെ ക്ലോസ്ഡ് മൈൻഡായിട്ടാണ് ഇരുന്നത്. ഏത് കാര്യത്തിൽ ക്ലോസ്ഡ് മൈൻഡായിട്ടിരുന്നു? അതായത് ഈ ഹിപ്നോതെറപ്പിസ്റ്റായിരുന്നു, സൈക്യാട്രിസ്റ്റാണ്. എന്നിട്ടും ഈ റീഇൻകാർണേഷൻ, അതായത് മുൻജന്മം, മറുജന്മം, റീഇൻകാർണേഷൻ, ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു വിശ്വാസമില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ നല്ല ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു, ഞങ്ങൾക്ക് ഇതിലൊന്നും അർത്ഥമില്ല, ഇതൊന്നും നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കതിലില്ല. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയേ? ഈ കാത്തറിൻ എന്നൊരു സ്ത്രീ ആദ്യമായിട്ട് ഹിപ്നോതെറപ്പി ചെയ്യാൻ വന്നു. കാത്തറിൻ്റെ പാസ്റ്റ് ലൈഫ് കണ്ട് ഇദ്ദേഹത്തിന് അതിൽ ഭയങ്കര വിശ്വാസം വന്നു. ഓക്കെ, അതുവരെ ഡോക്ടർ വെയ്സിന് തന്നെ ക്ലോസ്ഡ് മൈൻഡായിരുന്നു. എന്തോ ഇതിനെ സംബന്ധിച്ചവരെ ക്ലോസ്ഡ് മൈൻഡ്, റീഇൻകാർണേഷനെ കുറിച്ചുള്ള കാര്യത്തിൽ ക്ലോസ്ഡ് മൈൻഡ്. അതിൻ്റെ അർത്ഥം എന്തുവാ? റീഇൻകാർണേഷൻ എന്ന് വെച്ചാൽ മറുജന്മം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള ഐഡിയയെ സംബന്ധിച്ചവരെ നോ, ഈ ഒരു ജന്മം അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ചും വിശ്വാസമില്ല, മറുജന്മം എടുക്കുമെന്നുള്ളതിനെ കുറിച്ചും വിശ്വാസമില്ല. അതിന് ഡോക്ടർ വെയ്സിൻ്റെ സ്വന്തം
ജീവിതത്തിൽ നടന്ന ഒരു സംഗതിയാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇദ്ദേഹം കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് കാരോൾ. ഭാര്യയുടെ പേര് കാരോൾ. അവരും സൈക്യാട്രിസ്റ്റാണ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ്. മാരീഡ് ലൈഫ് ഹാപ്പിയാണ്, കുഞ്ഞുങ്ങളുണ്ട്, പ്രൊഫഷണൽ ലൈഫും ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും നല്ല നിറഞ്ഞ ഒരു ജീവിതം. അപ്പം കല്യാണം കഴിഞ്ഞ പുതിയതിൽ കാരോളിൻ്റെ, അതായത് ഡോക്ടർ വെയ്സിൻ്റെ ഭാര്യയുടെ അച്ഛന് സുഖമില്ല. അത് വന്നു. അദ്ദേഹം ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം പെട്ടെന്ന് ഇവർക്കൊരു ഫോൺ കോൾ വന്നു, അച്ഛൻ ഭയങ്കര സീരിയസ് ആണ്. ആൻഡ് ഡോക്ടർ വെയ്സിൻ്റെ ഭാര്യ കാരോളിൻ്റെ അച്ഛൻ സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഉടൻ തന്നെ കാർ എടുത്തുകൊണ്ട് 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ എത്തി. പക്ഷേ കാരോളിൻ്റെ അച്ഛൻ മരിച്ചു. ഓൾറെഡി ഇവർക്ക് 53 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 53 വയസ്സ്. ഈ സ്ക്രാപ്പ്, ആക്രി സ്റ്റീൽ സ്ക്രാപ്പിൻ്റെ നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റാന്ന് നേരത്തെ അറിയാം. അപ്പോൾ 53 വയസ്സിൽ പെട്ടെന്ന് അങ്ങ് മരിച്ചു. മരിച്ച് ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കാരോൾ അവളുടെ വീട്ടിൽ തന്നെ നിന്നു. ഡോക്ടർ വെയ്സ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് പോയി. സ്വന്തം സ്ഥലത്ത് വെച്ചാൽ സ്വന്തം വീട്ടിൽ പോയി ജോലിക്ക് ചേരണ്ടേ, അങ്ങനെ. അപ്പോൾ ഈ കാരോൾ വന്ന്, അപ്പം കാരോളിൻ്റെ അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെ എല്ലാവരുടെ കൂടെയും ഒരു 10 ദിവസം നിൽക്കണ്ടേ. നമ്മൾ പെട്ടെന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ലല്ലോ, കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു ഞാൻ സ്റ്റേ ബാക്ക് ചെയ്യാമെന്ന്. മരിച്ച് ആഫ്റ്റർ എ വീക്ക്, ഒരാഴ്ച, അതായത് എത്ര ദിവസം എന്നുള്ളതാണ് ഞാൻ കറക്റ്റായിട്ട് പറയണമല്ല പറഞ്ഞ. ആഫ്റ്റർ എ വീക്ക്, അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം നടന്ന സംഭവം. അതായത് ഈ കാരോൾ ഡോക്ടറുടെ മിസ്സസ് അപ്സ്റ്റേഴ്സ്, അതായത് അവരുടെ വീട്ടിൽ 2 ഫോണുണ്ട്. ഒരു ഫോൺ താഴെ, ഒരു ഫോൺ മുകളിൽ. മേളിലുള്ള ബെഡ്റൂമിലാണ് കാരോൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി, അവരുടെ അച്ഛൻ മരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് ഫോൺ അടിക്കുന്നു. ഉടനെ ഇവർ പിക്കപ്പ് ചെയ്ത് എടുത്തപ്പം അവരുടെ അച്ഛൻ്റെ ശബ്ദം. ഹലോ, ഹൗ ആർ യു? നിങ്ങളെല്ലാം ഓക്കെ ആണോ? സന്തോഷമാണോ? നിങ്ങളെല്ലാം നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ശബ്ദം. അപ്പോൾ കാരോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ അച്ഛൻ മരിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വലിയ പ്രയാസമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പ്രയാസമൊന്നും പെടണ്ട. പിന്നെ എൻ്റെ ബിസിനസ് നിങ്ങളുടെ അമ്മ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്തെങ്കിലും പറഞ്ഞോ? നിൻ്റെ അമ്മയടുത്ത് പറ, അവൾക്ക് എങ്ങനെ തോന്നുന്നോ അതുപോലെ അവൾ ചെയ്യട്ടെ. എൻ്റെ ബിസിനസ് അങ്ങനെ അത് നേരെ ജോബ് പൊയ്ക്കോളും. അപ്പം ഓൾറെഡി, അതായത് ഇദ്ദേഹം ബിസിനസ് ചെയ്തപ്പം അവരുടെ അമ്മ ഒറ്റ ദിവസം പോലും അവിടെ ഒന്നും പോയി നോക്കിയിട്ടില്ല. അപ്പം ബിസിനസ്സിൽ ചിലരൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ രണ്ടുപേരും കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യും. വേറെ ഇതിൽ വന്ന് കാരോളിൻ്റെ അച്ഛൻ മാത്രമാണ് ബിസിനസ് ചെയ്തത്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പം പക്ഷേ അച്ഛന് നല്ല ബിസിനസ്സായിരുന്നു, നിറയെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം മരണത്തിന് വന്നവരൊക്കെ അവരുടെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളെല്ലാം അഡ്വൈസും തരാം, മാഡം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എന്നുവെച്ചാൽ മരിച്ച ഒരാഴ്ചയിലേ ആയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവരുടെ അച്ഛൻ കാരോളിൻ്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. നിൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അതുപോലെ ചെയ്യാൻ പറ, അവളുടെ ഹാർട്ടിൽ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാൻ പറ, എൻ്റെ ബിസിനസ്സൊക്കെ അതൊക്കെ നടന്നോളും, അങ്ങനെ പോവും. ഒരുപക്ഷെ അദ്ദേഹം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ച് കാണും. അങ്ങനെ പിന്നെ ഇനി ഞാൻ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കണം. ഐ ലവ് യു ഓൾ. എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കത്തില്ല. ഞാനിനി നിൻ്റെ ആരടുത്തും നിങ്ങളുടെ അടുത്ത് സംസാരിക്കത്തില്ല. ഇനി ഞാൻ ഐ വിൽ നോട്ട് കം ബാക്ക് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാരോളിന് അമ്മയടുത്ത് ഇത് പറയണോ, സഹോദരിയുടെ അടുത്ത് പറയണോ, പറഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം അവരുടെ അമ്മ പറഞ്ഞു, ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ,
ഇന്നലെ എൻ്റെ കൈയുടെ പുറയിൽ ഐ ലവ് യു എന്ന് എഴുതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ അമ്മയും അച്ഛനും വെളിയിലൊക്കെ പോകുമ്പം പബ്ലിക് പ്ലേസിൽ, ഇപ്പം സിനിമ തിയേറ്ററിൽ പോകുന്നു, ഒരു മീറ്റിങ്ങിന് പോകുന്നു, ഒരു വെഡിങ്ങിന് പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പം അവരുടെ അച്ഛൻ അമ്മയുടെ കൈ പിടിച്ച് കൈയുടെ അടിയിൽ ഐ ലവ് യു എന്ന് എഴുതി കാണിക്കുന്നു. അതുപോലെ ഇവരുടെ അമ്മയ്ക്ക് ഇന്നലെ ഒരു രാത്രി ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൈയിൻ്റെ അടിയിൽ ഐ ലവ് യു എന്ന് ആരോ ഒന്ന് എഴുതുന്ന പോലെ. അപ്പോഴേ ആരോ ഒന്ന് എഴുതാൻ ഹസ്ബൻഡ് തന്നെയാണ് വന്ന് എഴുതിയത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പം അവരുടെ അമ്മ ഇത് പറഞ്ഞപ്പം കാരോളിന് ഈ ഫോൺ കോളിനെ കുറിച്ചൊക്കെ പറയാനുള്ള അവസരം കിട്ടി. അങ്ങനെ പറഞ്ഞു. പിന്നെ അതങ്ങനെ പോയി. പക്ഷേ ഇപ്പോൾ കാരോൾ 10-15 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് വന്ന് കാണും ഡോക്ടർ വൈസിൻ്റെ കൂടെ. അവരുടെ ജീവിതം തുടരുന്നു. പക്ഷേ കാരോളിന് ഇവരുടെ അച്ഛൻ്റെ ഫോൺ കോൾ വന്നത് ഡോക്ടർ വൈസിൻ്റെ അടുത്ത് പറയാൻ ഒരു മടി. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ വൈസിന് ഇതിൽ വിശ്വാസം ഇല്ലയെന്ന് അറിയാം. അപ്പം അതുമാത്രം വിശ്വാസമില്ലാത്ത ആളുടെ അടുത്ത് എന്തിനാ അത് പറയുന്നതെന്ന് വിചാരിച്ച് കാരോൾ അങ്ങനെ മാറ്റി വെച്ചു. അപ്പം കാരോൾ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒന്നായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഒരു സീക്രട്ട്. അതായത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ യാതൊരു ഒളിവും മറയവും ഇല്ല, സീക്രട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഫോൺ കോൾ മാത്രം എനിക്ക് ഡോക്ടർ വൈസിൻ്റെ അടുത്ത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് വിശ്വാസമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഡോക്ടർ വൈസ് തന്നെ ഈ റീഇൻകാർണേഷനെ കുറിച്ചുള്ള ഐഡിയയിൽ ക്ലോസ്ഡ് മൈൻഡ് ആയിരുന്നു, ഓപ്പൺ മൈൻഡ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കാത്രീൻ വന്നു. കാത്രീൻ്റെ ഇതെല്ലാം ചെയ്ത് പിന്നീട് അദ്ദേഹത്തിന് അതിൽ വിശ്വാസം വന്നു. പിന്നെ അദ്ദേഹം അതിനകത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. ഡോക്ടർ വൈസ് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. ഇതെല്ലാം സത്യവാന്നുള്ള ഇതെല്ലാം സത്യവാന്നുള്ള സത്യം അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് പിന്നെയാണ് ഒരു ദിവസം പതുക്കെ കാരോൾ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഞാൻ 10 ദിവസം അവിടെ നിന്നില്ലേ, അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം ഡോക്ടർ വൈസ് എങ്ങനെ അത് എടുക്കും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് പറയാൻ തോന്നി. പക്ഷെ അപ്പം ഉടനെ ഡോക്ടർ വൈസ് എണിച്ചിട്ട് അവർക്ക് ഒരു കയ്യിലൊരു ബുക്ക് കൊടുത്തു. ഒന്നും വേണ്ടിയില്ല, ഒരു ബുക്ക് കൊടുത്തു. ആ ബുക്കിൻ്റെ ഇതിൽ എന്തുവാണോ എഴുതിയിരിക്കുന്നത്, ഫോൺ കോൾസ് ഫ്രം ദ ഡെഡ്. ആ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ ഫോൺ കോൾസ് ഫ്രം ദ ഡെഡ് എന്നുള്ള ഒരു ബുക്ക് തന്നെ ഡോക്ടർ വൈസ് വായിച്ചിട്ടുണ്ട്. എന്നാ അപ്പം എന്തോ അർത്ഥം? ഡോക്ടറിന് ഇതിൽ കംപ്ലീറ്റ് വിശ്വാസമുണ്ട്. അപ്പം ഇതിൽ ഡോക്ടർ വൈസ് എന്തിനാ തൻ്റെ സ്വന്തം ലൈഫിലുള്ള ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവത്തിനെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പോലും സൈക്യാട്രിസ്റ്റ് ആയവരുന്ന പോലും ഈ മറുജന്മം മുൻജന്മം എന്നുള്ളതിൽ എനിക്ക് ക്ലോസ്ഡ് മൈൻഡ് ആയിരുന്നു. പിന്നെ കാത്രീൻ വന്നേ പിന്നീട് കുറേ ഗവേഷണങ്ങൾ നടത്തിയപ്പം എൻ്റെ മൈൻഡ് ഓപ്പണായി. ആ ഓപ്പൺ മൈൻഡോടെ ഞാൻ പോയി കുറേ ബുക്കുകൾ പഠിച്ചു, പേപ്പർ എഴുതി, തീസിസ് ചെയ്തു, കുറേ ഗവേഷണങ്ങൾ നടത്തി. ഇപ്പം എനിക്ക്, അതായത് അദ്ദേഹം എന്തിനാ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ബി ഓപ്പൺ യുവർ മൈൻഡ്. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പം പറയുന്നവരെല്ലാം പലരും പലതും പറയും, എല്ലാം നമ്മൾ എടുക്കണമെന്നില്ല. പക്ഷേ അപ്പം ഏത് എടുക്കണം ഏത് തള്ളണം എന്ന് എങ്ങനെ അറിയും? മനസ്സ്, നമ്മുടെ മനസ്സിലെടുത്ത് ചോദിക്കണം, ഏത് ശരി ഏത് തെറ്റ്, ഏത് ഫോളോ ചെയ്യാം ഏത് ഫോളോ ചെയ്യണ്ട. നമ്മുടെ മനസ്സിനകത്തൊരു സോളുണ്ട്, ആ സോൾ നമ്മളെ വഴി നടത്തും. അതാണ് ഇതിനകത്ത് പറയുന്ന സന്ദേശം. പിന്നെ വേറൊരു ചെറിയ കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. ഇത് ഈ പുസ്തകത്തിൽ നിന്നുള്ളതല്ല.
ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ പുറയിലാണ് ഞാൻ. അല്ലാതെ ഇപ്പം സ്ക്രിപ്റ്റ് എഴുതണം, ഈ ബുക്ക് തന്നെ തിരിച്ച് വായിച്ച് സ്ക്രിപ്റ്റ് എഴുതണം, വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് ഇപ്പം ബിസി ആയിട്ട് പോകുന്നത്. അത് ട്രിവാൻഡ്രത്തായിരുന്നാലും ശരി, ഇവിടെ വന്നേ പിന്നീട് ജപ്പാനിലാണെങ്കിലും ശരി, ഓൺലൈൻ ക്ലാസ് എവിടെ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ബിസിയാണ്. പിന്നെ പൂജ, പുനസ്കാരം, മെഡിറ്റേഷൻ, അങ്ങനെ ഇങ്ങനെയെന്ന് പോന്നു. പക്ഷേ അതുകൊണ്ട് എന്നാണോ മുമ്പ് ഒരു 5-6 വർഷത്തിന് മുമ്പേ ഇഷ്ടംപോലെ യൂട്യൂബ് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഒന്നും നോക്കാനുള്ള സമയമില്ല. പിന്നെ ട്രിവാൻഡ്രത്തെ ജീവിതം അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. അപ്പം പഴയ പോലെ ചില യൂട്യൂബ്സ് എല്ലാം നോക്കാൻ തുടങ്ങി. സ്ഥിരമായിട്ടല്ല, ജസ്റ്റ് ഒരു യൂട്യൂബ് എൻ്റെ കണ്ണിൽ കണ്ടു. അതെനിക്ക് ഇതിൽ എന്തുവാന്ന് വെച്ചാൽ എനിക്ക് ഈ ടോപ്പിക്സിലൊക്കെ കൊച്ചിലേ ഇൻട്രസ്റ്റാണ്. കൊച്ചിലെ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇതൊക്കെ എവിടെയെങ്കിലും കണ്ട ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവേഷണം എന്ന് വെച്ചാൽ കിട്ടുന്ന ബുക്സ് എല്ലാം വായിക്കും, ഒരു സംഗതിയും വിട്ടുവയ്ക്കത്തില്ല. അപ്പം കൊച്ചിലേ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞങ്ങൾ കൽക്കട്ട പോയിരുന്നു. അവിടെ ഹൂബ്ലി നദിയുടെ തീരത്താണ് കാളിദേവിയുടെ അമ്പലമുള്ളത്. ആ കാളിദേവിയുടെ ഭക്തനാണ് നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ. അപ്പം എനിക്ക് കൽക്കട്ട പോയത് തന്നെ രാമകൃഷ്ണ പരമഹംസർ തൊഴുത കാളിദേവിയെ എനിക്ക് ഒന്ന് കാണണം എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി തൊഴുതു. അപ്പം ഈ രാമകൃഷ്ണ മിഷൻ്റെ കുറേ ബുക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു ബുക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് എത്രയോ വർഷത്തിന് മുമ്പ്. ഓക്കെ, അപ്പം എനിക്ക് ഈ രീതിയിൽ അതാണ് ഇപ്പം ദൈവം എന്നെ ഈ ആകാശിക് റെക്കോർഡ് പടി, അതിൽ കൂടെ നിനക്ക് മറ്റവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചു കൊടു. ഹിപ്നോതെറപ്പി, ഇപ്പം ഞാനിപ്പം ഇനിയൊരു ഓൺലൈൻ ക്ലാസ് ചേർന്നു, ഹിപ്നോതെറപ്പി പഠിക്കുക. ആകാശിക് റെക്കോർഡ് 2 പേരെടുത്ത് പഠിച്ചു, ഇപ്പം 3ാമത് ആളുടെ അടുത്ത് പഠിക്കുക. അതല്ലാതെ ഹിപ്നോതെറപ്പിക്കും പണം കെട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഇതെല്ലാം പഠിക്കണം എന്ന് എനിക്കൊരു വേഗം. അതുമാത്രമല്ല, പഠിക്കുമ്പം പുതിയ അറിവുകൾ കിട്ടുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അത് ഇപ്പോൾ എൻ്റെ സോൾ ആവശ്യപ്പെടുന്നത് അതാണ്. അങ്ങനെ ഈ യൂട്യൂബ് നോക്കിയപ്പം അതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു, അങ്ങേരുടെ മോന് മരിച്ചു. ഞാൻ അത് 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. ഞാൻ അത്രയും കേട്ടു. എന്നാലും ഞാൻ ഇവിടെ രത്നചുരുക്കത്തിൽ പറയാം. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അദ്ദേഹം വളരെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മോനാണ് ഇങ്ങനെ മരിക്കുന്നത്. പിന്നെ മോൻ്റെ ഡെഡ് ബോഡിയെ കൊണ്ടുപോയി ശവകുടീരത്തിലിട്ട് അദ്ദേഹം ഈ അവിടെ ഫോറിൻ കൺട്രിയിലൊക്കെ പുതയ്ക്കത്തില്ലേ ഉള്ളൂ, കത്തിക്കത്തില്ലല്ലോ. അങ്ങനെ പുതച്ചു വെച്ചു. എല്ലാ ആഴ്ചയും ഇദ്ദേഹം മോൻ്റെ അടുത്ത് പോകും. മോൻ്റെ അടുത്ത് വെച്ചാൽ ശവകുടീരത്തിൻ്റെ അവിടെ ഇരുന്ന് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരും. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മോനെ പിരിയാനുള്ള മനസ്സേ ഇല്ല. 20 വർഷം അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയി, ഡൈവേഴ്സ് ചെയ്തിട്ട് പോയി. എൻ്റെ മോൻ മരിച്ചു, ഓക്കെ, അതിനെ വിചാരിച്ച് ഞാൻ അതിൻ്റെ പുറകിൽ നടക്കത്തില്ല, നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഞാൻ വേറെ പോകുക എന്ന് പറഞ്ഞ് അമ്മ ഡൈവേഴ്സ് ചെയ്തു, വേറെ ഒരാളെ കല്യാണം കഴിച്ചു, വേറെ ഒരു കൊച്ചിനെയും പറ്റു. അപ്പം അവരുടെ അമ്മയ്ക്കും ഇയാൾക്കും ഇപ്പോൾ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ ഇങ്ങേര് ഒറ്റയ്ക്ക് ജീവിച്ചാലും മോനെ 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 എന്ന് പറഞ്ഞ് എല്ലാ ആഴ്ചയും പോയി പൂവൊക്കെ വെച്ച് തൊഴുതിട്ട് വരും. അപ്പം ഇദ്ദേഹം ഈ പഴയ നമ്പറൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമല്ലോ, എല്ലാ നമ്പറും ഡിലീറ്റ് ചെയ്തു. പക്ഷേ മോൻ്റെ നമ്പർ മാത്രം വെച്ചിരിക്കുന്നു.
വേറെ ഒന്നും കൊണ്ടല്ല മോൻ വന്ന് ഫോൺ ചെയ്യാൻ പോന്നു ഇല്ല. എന്നാലും ചിലതൊക്കെ നമുക്കുണ്ടല്ലോ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവർ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ അത് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലെന്ന് അറിഞ്ഞാലും നമുക്ക് കളയാൻ മനസ്സ് വരത്തില്ല, ഇല്ല. അത് നമ്മളുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ച് കാത്തു വച്ചിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് മോൻ്റെ നമ്പർ മാത്രം ഡിലീറ്റ് ചെയ്യാതെ വെച്ചിരുന്നു. 20 വർഷം ഒരുപോലെ എല്ലാ ആഴ്ചയും ഒരു ദിവസം പോയി ശവകുടീരത്തിൽ പൂവച്ച് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞിട്ട് വരും. ഒരു ദിവസം ഇദ്ദേഹം ഒറ്റയ്ക്കാണ്, ഭാര്യ വിട്ടേച്ച് പോയല്ലോ, ഇദ്ദേഹം ഒറ്റയ്ക്കാണ്. അപ്പം 20 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഫോണിൽ കൂടെ, അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ കൂടെ രാത്രി മൊബൈൽ അടിക്കുന്നു. എടുത്തു നോക്കിയപ്പം മോൻ്റെ പേര് മൈക്കേൽ. എനിക്കിപ്പോഴും ആ പേര് ഓർമ്മ ഉണ്ട്. മൈക്കേൽ കോളിംഗ്. മൈക്കേൽ കോളിംഗ്. ഇദ്ദേഹത്തിന് എടുക്കാനും പേടി, എടുക്കാതിരിക്കാനും വയ്യ. മൈക്കേൽ എൻ്റെ മോനെ 20 വർഷത്തിന് മുമ്പേ മരിച്ചവൻ ഇപ്പം എവിടെ നിന്ന് വിളിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എടുത്തപ്പം ഡാഡ്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഡാഡ്, ഞാൻ എവിടെ ഇരിക്കുന്നു എന്നേ എനിക്കറിയാൻ വയ്യ. ഐ വോണ്ട് യു. അച്ഛനെ എനിക്ക് വേണം. മോനെ പറ, നീ എവിടെ ഇരിക്കുന്നു എന്ന് പറ. അച്ഛാ, എനിക്ക് അഡ്രസ്സൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛാ, ഞാൻ എവിടാന്ന് അറിയാൻ വയ്യ. മോനെ, ഞാൻ പിന്നെ എന്ത് ചെയ്യും, എങ്ങനെ വരും, നീ അഡ്രസ്സ് പറ, ഞാൻ ഉടനെ വരാം. അതോടുകൂടി ആ ഫോൺ നിന്നു. പിന്നെ രാത്രി 2 മണിക്കോ കണ്ടാണ് ഫോൺ വന്നേ. നേരം വെളുക്കുന്നവരെ ഫോണിനെ കൈ വെച്ചിരുന്നു. മോൻ വീണ്ടും വിളിക്കുമെന്ന്. 20 വർഷത്തെ പ്രയത്നമാണ്. മോൻ വീണ്ടും വിളിക്കുമെന്ന് കൈ വെച്ചിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരു വിളിയുമില്ല. അതിനിടയ്ക്ക് ഇദ്ദേഹം ഇത് എവിടുന്നാണ് എൻ്റെ മോൻ വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ടെലിഫോൺ ഓപ്പറേറ്ററുടെ അടുത്ത് ചോദിച്ചു. ഇപ്പം നമ്മൾ എയർടെല്ലും ഇതും സിമ്മ് വെച്ചിരിക്കുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഇത് ആരാ ഇതിൽ സംസാരിച്ചേ, ഇത് എവിടുന്നാണ് ഈ കോൾ വന്നേ എന്ന് വെച്ചാൽ മോനെ ട്രേസ് ചെയ്യാമല്ലോ. അതിനു വേണ്ടി അദ്ദേഹം പോയി ചോദിച്ചപ്പം അവർ കുറേ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, സർ 20 വർഷത്തിന് മുമ്പേ ഇത് നിങ്ങളുടെ ഈ നമ്പർ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിന് പിന്നെ ഇത് ആരുമേ ഉപയോഗിച്ചിട്ടില്ല. 2-3 ദിവസത്തിന് മുമ്പേ ഇതിൽ നിന്ന് ഫോൺ വന്നു എന്ന് പറയുന്നത് നടക്കാൻ ഒക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ റെക്കോർഡിൽ ഇതില്ല, ഇത് ഡീആക്ടിവേറ്റ് ആയി കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ തലപ്പത്തുള്ള ആളിനെ വിളിച്ചു. അങ്ങേരും ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങേരും അതേ തന്നെ പറഞ്ഞു, സർ ഞങ്ങളുടെ റെക്കോർഡ് പ്രകാരം 20 വർഷമായിട്ട് ഈ നമ്പർ ആരും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഫോൺ വരും. ശരി. 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അതേപോലെ ഫോൺ. അച്ഛാ, എൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു, അച്ഛൻ ഒന്ന് വാ എന്ന് പറഞ്ഞ് അഡ്രസ്സ് പറയുന്നു. ഇദ്ദേഹം അങ്ങനെ മനസ്സിൽ എഴുതി വയ്ക്കുന്നു. അന്ന് തന്നെ രാത്രി കാറെടുത്തുകൊണ്ട് 8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് പോന്നു. പഴയ വീട് കാണുന്നു. അങ്ങനെ പല ആ കഥകളൊക്കെ അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ഇതിൽ ഇത്രയും മാത്രം പറയാനുള്ള കാരണം ഇതെന്തുവാ, ഫോൺ കോൾസ് ഫ്രം ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് നമുക്ക് ഫോൺ കോൾസ് പോലും ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരാൾ ഫോൺ കോൾസ് ഫ്രം ദ ഡെഡ് എന്ന് പറഞ്ഞ് ഒരു ബുക്കേ എഴുതാമെങ്കിൽ എനിക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഒരു 30 കേസെങ്കിലും ഇങ്ങനത്തെ കേസുകളും ഉണ്ട് അതിനകത്ത്. ഞാൻ ഈ വീഡിയോ കണ്ടത് ഒരാഴ്ച കഴിഞ്ഞ്, ഇന്നലെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ എനിക്ക് അതും ഇതും കൂടെ അസോഷ്യേറ്റ് ചെയ്യാൻ പറ്റി, കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരിത് പറയണോ എന്നുള്ളത്. അപ്പം അതും സാധ്യതയാണ്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇത് എന്തുവാ, അതായത് ഡോക്ടർ വൈസ് തന്നെ പറയുവാണ്. അതായത് 1997 ഈ ചർച്ചിലുള്ള പോപ്പ്
ചർച്ചിലല്ല, ക്രിസ്ത്യൻസിൻ്റെ ടോപ്പ് ഒഫീഷ്യലാണ് പോപ്പ്. അപ്പോൾ പോപ്പ് പറഞ്ഞിരിക്കുന്നു ഗലീലിയോയെ ഞങ്ങൾ വിടുവിച്ചു എന്നുള്ള കാര്യം. ഗലീലിയോ എന്ന് പറയുന്നത് എത്ര വലിയ പഴങ്കാലത്ത് ഒരു മേധയാണ്, മഹാനാണ് എന്നുള്ളത് നമുക്കും അറിയാം. അപ്പം ഈ ഗലീലിയോ ആ കാലത്ത് എന്ത് പറഞ്ഞു വെച്ചാൽ, എർത്ത് വാസ് നോട്ട് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് ഗലീലിയോ ടെലസ്കോപ്പ് കൊണ്ട് എല്ലാം നോക്കിയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? സോളാർ സിസ്റ്റം, ഈ സൂര്യമണ്ഡലത്തിൽ സെൻറ്ററിലല്ല എർത്ത് ഉള്ളത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ അക്കാലത്തൊക്കെ ഈ 17-ാം നൂറ്റാണ്ട് 16-15-ാം നൂറ്റാണ്ടുകളിൽ എന്താ വെച്ചാൽ അപ്പോഴൊക്കെ ചർച്ചിനാണ് പവർ. അപ്പം ഈ സോക്രട്ടീസ് അങ്ങനത്തെ വലിയ വലിയ മഹാന്കളുണ്ടല്ലോ, അവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പം ചർച്ചിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ ഉടനെ അവരെ കൊന്നുകളഞ്ഞു. അതായിരുന്നു അക്കാലത്തെ പഴക്കം. അപ്പം ഇപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ അവർ ജയിലിലിടും, അല്ലെങ്കിൽ തല കൊയ്ത് കളയും. അങ്ങനെ ഗലീലിയോ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസ് നടന്നു. കുറേ നാൾ വഴക്ക് നടന്നുകൊണ്ടിരുന്നു. വഴക്കെന്ന് വെച്ചാൽ ഈ കേസ് നടന്നുകൊണ്ടിരുന്നു. ഇതിൽ 1722 സർ ഐസക് ന്യൂട്ടൺ, അദ്ദേഹം വലിയ ഒരു മഹാനായിരുന്നു, സയൻറ്റിസ്റ്റായിരുന്നു. ഗലീലിയോയുടെ കൂട്ട് തന്നെയാണ് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ പറഞ്ഞു ഗലീലിയോ പറഞ്ഞത് ശരിയാണ് എന്ന് ഐസക് ന്യൂട്ടൺ പറഞ്ഞു. ഓക്കെ, അപ്പം എന്തു അർത്ഥം? 1722 1997, അതായത് 92, ഈ 2 ഇട്ടത് 7 പോലായി, 360 വർഷം കൊണ്ട് ഈ ചർച്ച തുടരുന്നു, ചർച്ച തുടർന്നു വരുന്നു. ഓക്കെ, ഇത് 1722 ഐസക് ന്യൂട്ടൺ ശരിവെച്ചത്, ഗലീലിയോ പറഞ്ഞതിനെ ശരിവെച്ചു. അതിന് ഇപ്പം അതിൻ്റെ ഉത്തരം വന്നിരിക്കുന്നു. ഞങ്ങൾ ഗലീലിയോയെ പുറത്താക്കി, അദ്ദേഹത്തിന് പണിഷ്മെൻ്റൊക്കെ കൊടുത്തു. പക്ഷേ ഇപ്പോൾ 1992 ഞങ്ങൾ പറയുവാണ് ഞങ്ങൾ ഗലീലിയോയെ വിടുവിച്ചു. ഗലീലിയോ മരിച്ച 360 വർഷം കഴിഞ്ഞു. അങ്ങനെ ഡോക്ടർ വെയ്സ് വായിച്ച കാര്യം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ ആ ഫ്രണ്ട് പറയുക, നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാവോ? ഗലീലിയോ മരിച്ച് 1 വർഷം കഴിഞ്ഞാണ് ഐസക് ന്യൂട്ടൺ ജനിച്ചത്. അപ്പം ആലോചിച്ച് നോക്കണം. അപ്പം ഇതിൽ നമുക്ക് എന്തോ മനസ്സിലാകുന്നു? ഗലീലിയോ മരിച്ചു. ഇത് വേറൊന്നും ഇത് ബുക്കിൽ നിന്ന് തന്നിട്ടില്ല. ഞാനായിട്ട് അതിനെ വിസ്തരിച്ച് ഞാൻ മനസ്സിലാക്കിയ രീതി നിങ്ങൾക്ക് പറയുവാണ്. ഗലീലിയോ ഏതോ 1 വർഷം മരിച്ചു. അടുത്ത വർഷം തന്നെ ഈ ഐസക് ന്യൂട്ടൺ ജനിച്ചു. അതായത് ഗലീലിയോയുടെ ആത്മാവ് ഐസക് ന്യൂട്ടൺ എന്നുള്ള കുഞ്ഞിൻ്റെ രൂപത്തിൽ ജനിച്ച് വളർന്ന് ഐസക് ന്യൂട്ടണും ഗ്രേറ്റ് സയൻറ്റിസ്റ്റാണ്. ഐസക് ന്യൂട്ടനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ലോകത്തിന് ഗലീലിയോ ചെയ്തത് ശരി. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഗലീലിയോയുടെ ആത്മാക്ക് ഈ ചർച്ച് അതിനെ വിശ്വസിക്കാത്തതിൽ ഒരു വേദനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ വേറൊരു ജന്മം എടുത്തു. അതാണ് ഐസക് ന്യൂട്ടൻ്റെ ജന്മം. ഐസക് ന്യൂട്ടനും വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഗലീലിയോയുടെ കൂട്ട് തന്നെ. എന്താണോ, ഗലീലിയോയുടെ ആത്മാ അത്രയ്ക്ക് ഹൈ ലെവലായി. ഇനി ഗലീലിയോയുടെ ആത്മാ നമ്മുടെ കൂട്ട് ഒരു സാധാരണ ലെവലിൽ വന്ന് ജനിക്കാൻ പറ്റൂല. അപ്പം അത്രയും നല്ല ഉയർന്ന ഇനിയൊരു സയൻറ്റിസ്റ്റായിട്ട് തന്നെ ആ ആത്മാവ് വളർന്ന് വന്ന്
ഐസക് ന്യൂട്ടൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സയൻറ്റിസ്റ്റായി. അദ്ദേഹത്തിൻ്റെ മുഖാന്തരം ഗലീലിയോ വാസ് കറക്റ്റ് എന്ന് പറയിപ്പിച്ചു എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. അപ്പം ഈ ഡോക്ടർ വെയ്സും ഡോക്ടറിൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇടയിൽ ഈ ഞാൻ അതിൻ്റെ വിശദീകരണം ഞാൻ തരുവാണ്, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ. അപ്പോൾ ഫ്രണ്ട് വേറൊരു കാര്യം പറഞ്ഞു. ആർക്കറിയാം, ആ ഗലീലിയോയുടെ അതേ ആത്മാവായിരിക്കും ഇപ്പം ഈ പോപ്പ് മുഖാന്തരം പറയിപ്പിച്ചത്. അതായത് കെയിം ബാക്ക് ആസ് ദ പോപ്പ്. ഈ ഗലീലിയോയുടെ ആത്മാവായിരിക്കും പോപ്പായിട്ട് ജനിച്ചത്. അങ്ങനെ പോപ്പിനെ കൊണ്ട് ക്ലിയർ ചെയ്തു, കേസ് ക്ലിയർ ചെയ്തു. അപ്പം ഒരു ഗലീലിയോയുടെ പുറത്തുള്ള കേസ് 1722 ഐസക് ന്യൂട്ടൺ പറഞ്ഞു. അപ്പം അതിനും മുന്നേ നടന്നത്. അപ്പം 16ാമത്തെ നൂറ്റാണ്ടിൽ നടന്നതിന് ഇപ്പം 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ അതിന് ഒരു വിധി വരണമെന്നുണ്ടെങ്കിൽ ആ വിധി പുറപ്പെടുപ്പിച്ചത് ഒരു പോപ്പ് മുഖാന്തരം. എന്നുവെച്ചാൽ പോപ്പ് പറഞ്ഞാലേ ചർച്ചസ് വിശ്വസിക്കത്തുള്ളൂ. അപ്പം ആ പോപ്പിൻ്റെ ജന്മം പോലും ഈ ഗലീലിയോയുടെ ആത്മാവായിരിക്കും. അപ്പം അതായത് വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ സോൾ പവർ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം നല്ല മെച്യൂർഡ് സോൾസാണ് നിങ്ങൾ. എത്ര എനിക്ക് 10 പേര് വീഡിയോ കണ്ടാലും മതി. ഇപ്പോഴൊക്കെ വ്യൂസ് കുറഞ്ഞാണ് വരുന്നത്. എനിക്കതിനെക്കുറിച്ച് ബോധറേഷനേ അല്ല. എന്ന് വെച്ചാൽ കേൾക്കുന്ന 300 പേര്, കേൾക്കുന്ന 200 പേര്, കേൾക്കുന്നവർ എല്ലാവരും ഹൈ സോൾസാണ്, ഹയർ ലെവൽ സോൾസാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഹൈ ലെവലിലുള്ള ഒരു സോളിന് ഇങ്ങനത്തെ സംഗതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇതിനെ ഈ എന്തുവാ ജേണി, സ്പിരിച്വൽ ജേണിയെ നമ്മൾ തുടർന്ന് ചെയ്യണം. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി കിട്ടണം എന്നുള്ള ഒരു വേഗത്തോടു കൂടി വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. ഓരോ ദിവസവും ഓരോ സംസാരം, ഓരോ വർത്തമാനവും നമുക്ക് അതായിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ നമ്മളുടെ സോൾ പ്ലാനിങ് വഴിയാണ് നടക്കേണ്ടത് ഇനി എല്ലാം. ഓക്കെ, അപ്പം സോ ഗോ ബൈ ദ സോൾ വേർ ദ ഐഡിയാസ് ആർ ക്രിയേറ്റഡ്, ദാറ്റ് ഈസ് വേർ യു മസ്റ്റ് റീച്ച്. അതായത് നമ്മുടെ സോളാണ് നമുക്ക് ഐഡിയാസ് തരുന്നത്. സോ സോൾ വഴി പോകും, ബുദ്ധി വഴി പോകണ്ട, സോൾ വഴി പോകും. നമ്മുടെ ഹാർട്ട് എന്ത് പറയുന്നോ അതുവഴി നടക്കും. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഇനിയൊരു കാര്യം, സൗത്ത് അമേരിക്കയിൽ ഡോക്ടർ വെയ്സ് ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പം അത് സ്പീച്ച് കേൾക്കാൻ വന്ന ഒരു സ്ത്രീ ഒരു ചെറിയ തുണ്ട് എഴുതി സ്റ്റേജിലുള്ള ഡോക്ടർ വെയ്സിന് കൊടുത്തു വിട്ടു. അതിലെന്തോ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് 42 വയസ്സിൽ അവർ മരിക്കും എന്നുള്ള തോന്നൽ. അപ്പം അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോക്ടർ വെയ്സിൻ്റെ ബുക്ക് വായിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഏത് ബുക്ക്? ഇതിനു മുമ്പേ ഞാൻ ചെയ്ത ബുക്ക് റിവ്യൂ, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്. ആ ബുക്ക് കോടാനുകോടി ആൾക്കാരാണ് ഈ ബുക്കുകൾ വായിച്ചിരിക്കുന്നത് ഫോറിൻ കൺട്രീസിൽ. 1-2 ഒന്നുമല്ല, മില്യൺ കോപ്പീസ് സോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ വായിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം. അത്രയും പ്രസക്തിയായ ഒരു ബുക്കിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ശക്തി തന്ന എൻ്റെ സോൾ പവറിനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നല്ലോ, അത് മതി. ദൈവമേ നന്ദി എന്ന്. അപ്പം ഈ ലേഡി ഇങ്ങനെ ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത് ഈ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് എന്ന്. ഇവർ ആ ബുക്ക് വായിച്ചു. ഓരോ ചാപ്റ്റർ വായിക്ക ഇവർക്ക് പലതും പിടികിട്ടി.
അവർക്ക് ബുക്ക് വായിച്ച് തീർന്നപ്പം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി ഇവർ ഈ 42 വയസ്സിൽ മരിക്കുമെന്നുള്ളത് അവരുടെ മുൻജന്മത്തിൽ നടന്ന ഒരു സംഗതിയാണ്. ആ ഓർമ്മയാണ് അവരെ ഈ ജന്മത്തിൽ നീ 42-ൽ മരിക്കും എന്ന് തോന്നിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവർ ഹിപ്നോതെറപ്പിക്ക് പോലും പോയിട്ടില്ല. പക്ഷേ ഡോക്ടർ വൈസിൻ്റെ മീറ്റിംഗ് എന്ന് അറിഞ്ഞപ്പോൾ ബുക്ക് പഠിച്ച് നല്ല മനസ്സിലായല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്പീച്ച് കൊടുക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും പോയി. സ്പീച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോഴേ ഇവരിങ്ങനെ ഒരു നോട്ട് എഴുതിയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ അദ്ദേഹം ആ ലേഡി പറയുക അതിനകത്ത്, എനിക്കിപ്പം 45 വയസ്സായി, ഇത്രയും കാലം 42-ൽ മരിക്കും എന്ന് പറഞ്ഞ് ഭയം നിങ്ങളുടെ ബുക്ക് വായിച്ചതോടുകൂടി തീർന്നു. ഇപ്പം എനിക്ക് 45 വയസ്സായി, ഞാൻ ഹാപ്പിയാണ്. അപ്പം ഈ മീറ്റിങ്ങിന് വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ഫ്രണ്ട് എന്നെ വന്ന് കണ്ടിരുന്നു. മേ ബി ഫ്രണ്ടായിരിക്കും ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞേ. അപ്പം ആ ഫ്രണ്ട് ഈ ബുക്ക് വായിക്കാൻ റെക്കമെൻഡ് ചെയ്തില്ലേ, ആ ഫ്രണ്ട് പറഞ്ഞെന്ന്, ഇപ്പം നിന്നെ കണ്ട വലിയ മാറ്റമുണ്ടല്ലോ, എന്തോ വലിയ ഒരു ഭാരം നിൻ്റെ ഷോൾഡറിൽ നിന്ന് ഇറക്കി വെച്ച പോലെ കണ്ട ലൈറ്റായിട്ടിരിക്കുന്നു, വളരെ നന്നായിട്ടിരിക്കുന്നല്ലോ, ഇത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിന് പോലും ആ മാറ്റം മനസ്സിലാക്കാൻ പറ്റി. എന്തുവാ, ഞാൻ 42 വയസ്സിലൊന്നും മരിക്കാൻ പോകുന്നില്ല, ഇത് എൻ്റെ മുൻജന്മത്തിൽ നടന്ന ഒരു ഓർമ്മയാണ് എന്നെ ഈ ജന്മത്തിലും ഒരു ഭയമായിട്ട് വന്ന് ചെയ്തത്. അപ്പം ഫിയറാണ് അവിടെ കാരണം, അടിമനസ്സിലുള്ള ഭയം. പക്ഷെ ആ ഭയത്തിനെ മാറ്റാൻ ഇവർ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. ഏത് രീതി ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു? ഒരു ബുക്ക്, തൻ്റെ ഫ്രണ്ട് ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്തപ്പം അതവർ വായിച്ച് മനസ്സിലാക്കി. ജസ്റ്റ് ആ ബുക്ക് വായിച്ചതിൽ നിന്ന് തന്നെ, ഇവർ ഹിപ്നോതെറപ്പിക്കൊന്നും പോയിട്ടില്ല, എന്നിട്ടും ജസ്റ്റ് ബുക്ക് വായിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായി, ഓഹോ ഈ ഭയം എന്നുള്ളത്. അപ്പം അവർക്ക് ആ ബുക്ക് വായിക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു. അതാണ് ഓപ്പൺ മൈൻഡ്, മനസ്സ് തുറന്ന മനസ്സായിരുന്നു. ഓക്കെ, എൻ്റെ ഫ്രണ്ട് പറയുന്നു വായിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വായിച്ച് നോക്കിയതിൽ അവർക്ക് ഒരുപാട് മാറ്റം വന്നു. ഇപ്പം 45 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു, ഇനി 90 വയസ്സ് വരെ ചിലപ്പം ജീവിച്ചിരിക്കുമായിരിക്കും അല്ലേ. ഇതാണ് ഈ വീഡിയോയുടെ സാരാംശം, രത്നചുരുക്കത്തിൽ പറഞ്ഞാൽ. ഓക്കെ, ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇനി ഒരു കാര്യം, ഇതാണ് ലാസ്റ്റ്. നമ്മൾ ക്ഷമയോടെ കേൾക്കുക. ഓക്കെ, ഒരു സ്ത്രീ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു TV ഷോയിൽ പറയുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്തുവാ, മരിക്കുന്നതിന് മുമ്പേ ചില സംഭവങ്ങൾ നടക്കും. ഞാൻ നേരത്തെ ഇത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം മെയിനായിട്ട് അത് നടക്കുന്നത് ഹോസ്പിറ്റലിൽ വലിയ ഓപ്പറേഷൻ ചെയ്യുമ്പം ഈ മയക്കമരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കും, അവരുടെ മനസ്സും ആത്മായും കൂടെ വെളിയിൽ പോയി കറങ്ങും, കറങ്ങിയിട്ട് വരും. ചിലപ്പം അതേ ഓപ്പറേഷൻ നടക്കുന്ന റൂമിൽ മേളിൽ നിന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്തുവാ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ചുറ്റിയിലുള്ള ഡോക്ടേഴ്സൊക്കെ എന്തുവാ സംസാരിക്കുന്നത്, നേഴ്സസൊക്കെ എന്തുവാ ചെയ്യുന്നത് എന്നൊക്കെ എല്ലാം കണ്ടുപിടിച്ചിട്ട് വരും. വന്ന് ഓപ്പറേഷൻ തീരാറാകുമ്പോൾ മയക്കം തെളിയുമ്പം അതകത്ത് കയറും. അപ്പോഴായിരിക്കും മയക്കം തെളിയുന്നത്. ഓക്കെ, മയക്കം ഒന്ന് അനസ്തീസിയയുടെ മരുന്നിൻ്റെ ഇഫക്റ്റ്, ഇനിയൊന്ന് ഇങ്ങനത്തെ ഒരു സംഗതി. ഇതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അപ്പം ഒരു സ്ത്രീ അവർക്ക് കിട്ടിയ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിനെ കുറിച്ച് ഒരു TV ഷോയിൽ പറയുമ്പം അതിന് മറുവശം ഉണ്ടല്ലോ, വേറൊരാൾ, ഒരു എക്സ്പേർട്ട് വന്നിട്ട് ഇതെല്ലാം ചുമ്മാ, ഇതെല്ലാം ഒരു ഹമ്പക്ക്, ഇതെല്ലാം വിശ്വസിക്കാൻ കൊള്ളരുതാത്ത കാര്യങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ അവരുടെ തലയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്, തലയിൽ എന്തോ തിരിഞ്ഞുപോയി, എന്തോ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അവർ ചിലപ്പം ഈ അനസ്തീസിയ കൊടുക്കുമ്പം ഉള്ള മരുന്നിൻ്റെ ഇഫക്റ്റ് ആയിരിക്കാം, അത് എന്തുവാണെന്നൊന്നും ഡോക്ടർ ഇതിനകത്ത് നീറ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെക്കാട്ടിലും അതിൻ്റെ മെസ്സേജ് എന്തുവാണെന്നാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഡോക്ടർക്ക് പറയുന്നു. അപ്പം ഡോക്ടർ വൈസ് പറഞ്ഞെന്ന് അയാളൊക്കെ അങ്ങനെ ഒരു കമൻറ്റ് കൊടുക്കാം,
അത് അയാളുടെ തലക്കനമാണ്, അഹങ്കാരമാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്രയും അനുഭവിച്ച് അവരുടെ ജീവിതത്തിൽ നടന്നതിനെക്കുറിച്ച്, അത്ര യാഥാർത്ഥ്യമായിട്ട് നടന്നതിനെക്കുറിച്ച് പറയുമ്പം കുറച്ചെങ്കിലും അതിനെ ശരിവെച്ച് കൊടുക്കണ്ടേ? ശരിവെച്ച് കൊടുത്തില്ലെങ്കിലും നടന്നിരിക്കാം, അവർ പറയുന്നത് ശരിയായിരിക്കാം എന്നെങ്കിലും ഒന്ന് പറയണ്ടേ? 100% ശരി വെച്ച് കൊടുത്തില്ലെങ്കിലും ടോട്ടലി അതിനെ നിഷേധിക്കുന്നത് എങ്ങനെ? വെറും കെമിക്കൽ റിയാക്ഷനായിട്ട് പറഞ്ഞ് അയാൾക്ക് കുറച്ച് അഹങ്കാരം തന്നെ, അറഗൻസാണ് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്തുവേണം? അത് അറഗൻസ് അല്ല മോനെ, അയാൾക്കുള്ള ഭയത്തിൻ്റെ വെളിപ്പാടാണ് ഈ അറഗൻസ്. അയാൾക്ക് മനസ്സിലൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് അയാൾ ഇതൊക്കെ ചുമ്മാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. അപ്പം അയാൾക്ക്, അതായത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കാൻ വന്നില്ല, അയാൾക്ക് എന്തോ ഉള്ളിലൊരു ഭയമുണ്ട്. ഇത് ശരി വെച്ച് കൊടുത്താൽ നാളെ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും? അയാൾ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ, എന്നെ തെറ്റായിട്ട് വിചാരിച്ചാലോ എന്നൊക്കെ ഉള്ള ഭയമായിരിക്കും അയാൾ ചുമ്മാ ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻ ബുൾഷിറ്റ് എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞത്. പക്ഷേ അത് ഡോക്ടർ വെയ്സ് അതിനെ എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ അഹങ്കാരം, അറഗൻസ് എന്ന് പറഞ്ഞു. അപ്പം മാസ്റ്റേഴ്സ് ഡോക്ടറിന് പറയുക, അത് അഹങ്കാരമല്ല, ഇത് ഒരു ഭയത്തിൻ്റെ എക്സ്പ്രഷനാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജഡ്ജ്മെൻറ്റ്, നമ്മൾ എപ്പോഴേ മറ്റവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എന്തു അർത്ഥം? അവൻ നല്ലവനാ, ഇവൻ 90% കറക്റ്റ്. ഇപ്പം ശതമാനങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും. അവൻ പറയുന്നത് 50-50. അവൻ പറയുന്നതിൽ 10% സത്യമുണ്ട്, 90% കള്ളം. അങ്ങനെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ലയോ മറ്റവരെ? അതിലാണ് നമ്മൾ അവരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്. അപ്പം അതാണ് ഗെറ്റ് ഇൻ ടു ദെയർ ഷൂസ് ആൻഡ് സീ എന്ന് പറയും. അതായത് അയാൾ എന്തുകൊണ്ട് അതിനെ വെറും കെമിക്കൽ റിയാക്ഷൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ അയാളുടെ മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ അയാളെ നീ അരഗൻ്റ് എന്ന് പറയത്തില്ല. അയാളുടെ മനസ്സിൽ അരഗൻസ്, അഹങ്കാരമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഏതോ ഭയമുണ്ട്. ഞാനിത് ശരിവെച്ചാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് പറയും? ഒരു TV ഷോയാണ്, അങ്ങനെ ഉള്ള ഭയം കൊണ്ടാണ്. അപ്പം മെസ്സേജ് എന്തുവാന്ന് വെച്ചാൽ, ഭയമില്ലാതിരിക്കണം, ഗോ ബൈ ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് എന്ത് പറയുന്നു അതുപോലെ നമ്മൾ ചെയ്യുക. നമ്മളുടെ സോൾ പർപ്പസ് എന്തുവാന്ന് ഹാർട്ട് പറഞ്ഞു തരും, അതുപോലെ ചെയ്യുക. വേറെന്തുവാ? ജഡ്ജ്മെൻ്റലായിട്ട് ഇരിക്കരുത്, മറ്റവരെ മനസ്സിലാക്കണം. ഈ ഫർഗിവിങ്, ഈ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് എന്നൊരു വീഡിയോ ഞാൻ പണ്ടേ ഇട്ടതാണ്. പണ്ടേന്ന് വെച്ചാൽ 2-3 വർഷത്തിന് മുമ്പ്, പണ്ടല്ല, ചാനൽ തുടങ്ങിയപ്പോൾ നേരത്തെ ഇട്ടതാണ്, ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. അപ്പം ഈ ഫർഗിവിങ് എന്ന് പറയുന്നത്, ഇപ്പം ഒരാളെ ക്ഷമിക്കുന്നത് അത് സംഭവത്തിനെ മറക്കണമെന്നില്ല. എപ്പോൾ ഒരാളെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അയാളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്. അയാൾ എന്തുകൊണ്ട് ഇപ്പം ഒരാൾ ഒരു രീതിയിൽ പെരുമാറണമെങ്കിൽ അയാൾ പെരുമാറിയത് ശരിയാവാൻ തെറ്റാവാം, അത് അയാളുടെ ചോയ്സ്, അയാളുടെ ഫ്രീ വില്ല്. പക്ഷേ അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നുള്ളത് അയാളുടെ ലെവലിൽ പോയി ഇരുന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അയാളെക്കുറിച്ച് പശ്ചാത്തപിക്കാനേ ഒക്കത്തുള്ളൂ. അറഗൻസ് എന്ന് നമ്മൾ പറയത്തില്ല, അയാൾക്കുള്ള ഭയം. ഏതോ അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അയാളെ ഇങ്ങനെ പെരുമാറാൻ വെച്ചത്. പോട്ടെ, ക്ഷമിക്ക്, നമ്മൾ ക്ഷമിക്കണം. അപ്പം ഇതാണ് ഡോക്ടർ വെയ്സിന് കിട്ടിയ മെസ്സേജ്. ഓക്കെ, സോ ഇത് തന്നെ വലിയൊരു ഹെവി ടോപ്പിക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ വാക്കുകളും ഞാൻ പറയുന്നത് ഞാൻ വളരെ അനുഭവപൂർവ്വം മനസ്സിലാക്കിയാണ് ഞാൻ പറഞ്ഞത്. കേൾക്കുന്നവർക്കും ഇത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇത്രയും നേരം ക്ഷമയോട് കേട്ടതിന് സന്തോഷം. ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മളെല്ലാവരും അഡ്വാൻസ്ഡ് സോൾസാണ്.
ഓക്കെ, മെച്ചുവേർഡ് സോൾസ്, ഓൾഡ് സോൾസ്. നമ്മളെല്ലാം ഓൾഡ് സോൾസാണ്. ഓക്കെ, ഹാപ്പി.